നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മള് ഒരു ചെറുറങ്ങാണ്. നമ്മളന്ന് മുന്നേ കണ്ട മലയിലെല്ലാം നമ്മളിപ്പോ താഴോട്ടെത്തും. താഴെത്തി കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു കോയമ്പത്തൂര് വരെ റോഡാണ്. ഇത് ആക്ച്വലി കുറച്ച് ഡേഞ്ചറസ് റൂട്ടാണ്. നമുക്ക് ചുരന്മാരെയൊക്കെ സ്ഥലം കാണാം. ഭയങ്കര ട്രക്കുകൾ, ഈ റോഡ് ഭയങ്കര ട്രക്കുകൾ യൂസ് ചെയ്ത് റോഡാണ്. അപ്പൊ എപ്പോഴും ആക്സിഡൻസ് കോമൺ ആണ് ഈ റോഡ്. അതിനകത്ത് പറയും സ്ലോ ഒക്കെ പറയുന്ന പോസ്റ്റുകളുണ്ട്. ഇതേപോലെ നമുക്ക് ഒത്തിരി കുരങ്ങന്മാരെ കാണാം ഈ റോഡിൽ. കുരങ്ങന്മാർ ഒത്തിരിയുള്ള റോഡാണ്. കാടാണ്, കാടാണ്. ഒരു ചെറുതാണിത്. ചെറുതായിരുന്നു. ഇതൊരു പുതിയ അടിപൊളി ഫ്ലൈ ഓവർ വരുന്നുണ്ട്. ഈ ചുരമൊക്കെ നോർത്ത് ഫുള്ള് ഫ്ലൈ ഓവർ ആക്കുന്നുണ്ട് അവര്. അത് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ആക്സിഡന്റ് വരെ കഴിയും, സമയം വരെ ലാഭിക്കും. എപ്പോഴും വരുമ്പോ എപ്പോഴും ഒരു ബ്ലോക്ക് ആയിരിക്കും. ഈയിടെ ഒരു വണ്ടി ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് പൊതുവെ എപ്പോഴും ബ്ലോക്കാണ് ഈ റോഡ്. ഇവിടുന്ന് റോഡ് ആക്ച്വലി സ്പ്ലിറ്റ് ആവേണ്ടതാണ്. ബൈക്കും കാറും ലോറിയൊക്കെ ആയിട്ട് പെട്ടാം. നമുക്ക് അപ്പുറത്തോട്ട് ചാടാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ താഴെ ഫുള്ള് കുപ്പിച്ചില്ലാണ്. മിസ്സായി ഗൈസ്. അപ്പുറത്തോട്ട് എടുക്കണ്ടായിരുന്നു. നമ്മൾ ലോറിയുടെ ഇടയ്ക്കായി പോയി. അതാണ് പുതിയ റോഡ് വരുന്നത്. അങ്ങോട്ടാണ്. അത് ഫുള്ള് ഫ്ലൈ ഓവറാണ്. ഇത് താഴെ കണ്ടോ ലോറി, ഇവിടെ കാണാം ലോറിയൊക്കെ മറിഞ്ഞു കിടക്കുന്നത്. അത് നേരെ ഈ വളമെല്ലാം നോക്ക് നേരെ അങ്ങെത്തും നമ്മള്. വേണ്ടേ നല്ലതായിരിക്കും. വന്നു കഴിഞ്ഞാല് കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. ട്രാവൽ ചെയ്യാൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പോവാം. എല്ലാം ഫ്ലൈ ഓവർ ആക്കണം. എന്തായാലും നിതിൻ ഗഡ്കരി വന്നിട്ട് റോഡുകളെല്ലാം ഇന്ത്യയിലെ വൃത്തിയായിട്ടുണ്ട്. അതിനെന്ത് പുള്ളി സമ്മതിക്കണം. രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചാലും റോഡിന്റെ കാര്യത്തില് നല്ല വികസനമാണ്. ഇതൊക്കെ എങ്ങോട്ട് കണക്ട് ചെയ്യുന്നതാണെന്ന് ഒരു പിടിയില്ല കേട്ടോ. ഇങ്ങോട്ട് കൊണ്ടുണ്ട്. അത് പിന്നെ അത് അങ്ങോട്ട് പോകാനായിട്ടുള്ളതായിരിക്കും. അതാണ് തോന്നുന്നത്. അവിടുന്ന് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ പൗലിങ് നടക്കണം. ഇറങ്ങി അത്രയും ഹൈറ്റിലാണ് ഒരു പില്ലേഴ്സ് ആക്കിയേക്കുന്നത്. ഇപ്പൊ ഭയങ്കര ഹൈറ്റാണ്. കണ്ടാ മനസ്സിലാവും. കംപ്ലീറ്റ് ആക്കുന്ന പില്ലേഴ്സിന് ഹൈറ്റ് ഉണ്ട്.
ഒരു അന്യായ വില്ലേഴ്സൊക്കെ എങ്ങോട്ടേ ആകാശത്തോട്ടാണ് നമ്മൾ റോഡാക്കുന്നത്. ഓക്കെ, എന്തോ ഹൈറ്റാണെന്ന് ഇത്ര ഹൈറ്റിലാണ് വില്ലേഴ്സ്. ഇതൊരു അന്യായ റോഡായിരിക്കും വന്നു കഴിഞ്ഞാൽ. ഇത് വളഞ്ഞ അങ്ങ് പോവുകയാണ്. വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. എല്ലാവരും 44, 45 കുറെ പില്ലേഴ്സ് ഉണ്ടല്ലോ. നല്ല ടോണായിരിക്കും. ബൈക്കിനെ അലവ് ചെയ്താൽ മതിയായിരുന്നു. സാധാരണ ഇങ്ങനത്തെ റോഡൊക്കെ ഇറങ്ങുമ്പോൾ ബൈക്കേഴ്സിന് അലവ് അതൊരു ഭയങ്കര മോശം പ്രവണതയാണ്. ഇത് അങ്ങനെ ഫ്ലൈ ഓവറാണ് കേട്ടോ വൈസ്. ഇത് അടിപൊളിയായിരിക്കും വന്നു കഴിഞ്ഞാൽ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ആർമിയുടെ ടാങ്കിന്റെയാണ്. ആർമി ടാങ്കിന്റെ മുന്നേ കുറെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് അറിയത്തില്ല. തകർത്ത് പണിയാക്കുന്നുണ്ട് കേട്ടോ. വില്ലേഴ്സിലൊക്കെ ഇഷ്ടത്തിന് പണിയാക്കും. 58 എവിടെ വരെയാണ്? ഇവിടെ ചെറിയ ടൗൺ ആണ്. അപ്പൊ ഈ ടൗൺ ക്രോസ് ചെയ്ത് അടുത്തൊരു മലയുണ്ട്. ആ മലയും ക്രോസ് ചെയ്തിട്ടായിരിക്കണം. അതാണ് ഒരു ഉദ്ദേശം കേട്ടോ. അപ്പൊ ഒരു നേരെ ഒരു റോഡായിരിക്കും. നമ്മളിങ്ങനെ കയറി ഇറങ്ങണ്ട, ഒരു സ്ട്രെയിറ്റ് റോഡാണ് ഉദ്ദേശിക്കുന്നത്. അധികം കയറ്റമിറക്കം ഇല്ലാത്ത ഈ രണ്ട് മലയൊന്ന് കട്ട് ചെയ്തു. രണ്ട് മലയുടേതായിട്ടുള്ള കയറ്റമിറക്കം ഇല്ലാതെ അതൊരു സ്മൂത്ത് റോഡാക്കി തന്നു. അടിപൊളി. ഇത് ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞാൽ, കൺസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എല്ലാം പ്രീകാസ്റ്റ് ആകും. പുറത്തുനിന്ന് ചെയ്ത് ഇവിടെ കൊണ്ട് വെക്കുക മാത്രമാണ്. എന്തായാലും കൊള്ളാം. എവിടെ വരാനുള്ളത് ഇതാണ് തോന്നുന്നു ലാസ്റ്റ്. എല്ലാവരും അത് കഴിഞ്ഞ് മിക്കവാറും സ്ലോപ്പ് ആയിട്ട് വരും. നേരെ മുന്നോട്ട് വരും. അടിപൊളി. കൊള്ളാം. വളരെ നല്ല റോഡാണ്. നല്ല സ്പീഡിക് റോഡാണ്. നമ്മൾ ഈ കാണുന്നെങ്കിലേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മലയൊക്കെ കാണണമെങ്കിൽ പാലക്കാട് എത്തണം. കോയമ്പത്തൂരായാലേ നമുക്ക് ഇങ്ങനെ മലകളൊക്കെ കാണാൻ കഴിയത്തുള്ളൂ. അതുവരെ കൊണ്ട് പരന്ന ബദലായിരിക്കും. അങ്ങനെയാണ് റോഡിന്റെ അവസ്ഥ. ആ റോഡ് നേരെ ഇവിടെ വന്ന് കയറുന്നുള്ളൂ. ഇതുവരെ പൊക്കുവാ.